നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് മോൾ ഓഫ് ഒമാനിലേക്ക് കേട്ടോ. മോൾ ഓഫ് ഒമാനിലേക്ക് വരിക എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല. കാരണം പുറത്തേക്ക് എവിടേക്കും ഒരു വകുപ്പില്ല. അമ്മാതിരി ചൂടാണ്. 46, 48, 50 ഡിഗ്രി ചൂടാണ് ദിവസവും. പുറത്ത് നിന്നാൽ പുഴുങ്ങണ അവസ്ഥ. അത് കാരണം മോളിൽ കൂടെ കയറി നടക്കുക എന്നല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. എസ്സിയുടെ പിറന്നാളാണ് കേട്ടോ, 22-ാം തീയതി. ഇന്ന് 19-ാം തീയതി അല്ലേ. അപ്പം നമ്മൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ എസ്സിക്ക് ബർത്ത്ഡേ പ്രമാണിച്ച് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ആദ്യം ആ പരിപാടിയിലേക്ക് കിടക്കട്ടെ. എസ്സിക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണേ. എസ്സിയുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ? നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണേ. എന്നാലും നിങ്ങള് സെലക്ട് ചെയ്യണ എസ്സിക്ക് ഇഷ്ടമാവും. ഏതാ ഈ ഡ്രസ്സാ? അതാരത് വേണ സി കെ പോപ്പ്? എനിക്ക് വേണ്ട. എന്നാ സെലക്ട് ചെയ്താ എന്താ എനിക്ക് വേണ്ടത്? കയറി കഴിക്കാൻ ക്ഷീണിച്ചോ ഈ നിലത്തിരിക്കണ്? അവിടെ ടേബിൾ ഉണ്ട്. അതിന്റെ ഒരു സൈഡ് പോയിരുന്നോളൂ. അത് അവിടെ ടേബിളുകളുണ്ടല്ലോ. ഇതാ അതിന്റെ മുകളിൽ ആ ഡ്രസ്സ് വെച്ചിരിക്കണ എന്റെ അവിടെ. എന്തിനാ നിലത്ത് കയറിയിരിക്കണ്? വലുതും നടക്കുന്ന എസ്സി ഒരു ഡ്രസ് ഇടില്ല. എസ്സി ഫുൾ സ്ലീവ് ഡ്രസ് ഒഴികെ വേറെ ഒരു ഡ്രസ് ഇടില്ല. അല്ല അതുപോലെ എസ്സി ഒന്നും എടുത്തില്ല. ഞോഞ്ഞി ഈ ടീഷർട്ട് എടുത്തു. ഓ എൻ്റെ ഇടയ്ക്ക് 3 ഒക്കെ എടുത്താ. എസ്സിയുടെ പിറന്നാള്, തനിക്ക് ഡ്രസ്സ് എടുക്കാനല്ല വന്ന്. എസ്സിയുടെ ഡ്രസ്സ് എടുക്കൽ അവിടെ ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടോ. അതിനായിട്ട് എന്ന് ഡ്രസ്സ് എടുക്കാൻ പോയാലും ഇതന്നെ അവസ്ഥ. അതിനൊരു സംഭവം ഇഷ്ടപ്പെടില്ല. ഞാനും അച്ചും അവിടെ വന്ന് ഇരിപ്പാണ്. സൈഡിൽ ഞോഞ്ഞി തുന്നൽ പരിപാടികളായിട്ട് നടക്കുന്നുണ്ട്. എന്താ ഞോഞ്ഞി തന്നെ ചെയ്യണ? ക്രോഷയാ? ഇതെന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ? കാർക്കി തന്നാൽ അതാ കാർക്കി. എന്താ കാർക്കിയുടെ ഉള്ള പൗച്ചാണോ? ഓ, ഞങ്ങളുടെ പുതിയ ഹോബിയാണ് ഈ സംഭവം. ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക, എന്നിട്ട് പല ഷേപ്പുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, താൻ ഉണ്ടാക്കിയ വല്ല സാധനം ഉണ്ടോ? അതെൻ്റെ അടുത്ത് വല്ല ഡോളുകളെയൊക്കെ താൻ ഉണ്ടാക്കിയിട്ടില്ല? അതെവിടെ? അതാണ് ഞോഞ്ഞി തുന്നൽക്കാരി ഞോഞ്ഞി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായി വലുതും നടക്കുവോ? ഈ 3 പെൺപിള്ളേരുടെ കെ പോപ്പിന്റെ ഇതാണ് വേണ്ടത്. എന്താ പറഞ്ഞ? ഇതൊരു സിനമൺ റോൾ, അങ്ങനെ ഏതോ ഒരു കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്റ്റിച്ച് പിന്നെ വാവിളിച്ചിരിക്കുന്ന ഒരു സാധനം ഉള്ള അതാണ് സ്റ്റിച്ച്. അത് ഇടിപ്പിച്ച് നോക്കണം. എനിക്കത് നല്ലതാണെന്ന് തോന്നുന്നു. അത് മതിയാ? ഇല്ലാതെ തനിക്ക് പെണ്ണുങ്ങൾ ഇടുന്ന ഡ്രസ്സൊന്നും പറ്റില്ല. ഇത് ഗേൾസിന്റെ ടീഷർട്ടാന്ന് അല്ല, ഈ റൗണ്ട് നെക്കുള്ള ടീഷർട്ട് അല്ലാതെ വേറെ ഒന്നും പറ്റില്ല തനിക്ക്? ഫുൾ സ്ലീവ് അല്ലാതെ ഫ്രോക്കും? എന്താ ഫ്രോക്ക് ഇഷ്ടമില്ല. ഫ്രോക്ക്, ജംസ്യൂട്ട്, ട്രൗസർ അലർജി എസ്സിക്ക്. എനിക്കത് ഇഷ്ടമാണ്. രണ്ടും ഓപ്പോസിറ്റാ. ഒന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ഈ കാണുന്ന പോലെ അല്ലാട്ടാ. നമ്മളവിടെ വന്നിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂറായി. ഇപ്പോഴും എസ്സിയുടെ ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എസ്സി ലോകം മുഴുവൻ നടന്ന് ഇഷ്ടപ്പെട്ടെടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഈ ജീൻസ് ഇഷ്ടായാ? എസ്സിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. എസ്സി ഇഷ്ടപ്പെട്ടെടുത്തല്ല, നമ്മള് ഇഷ്ടപ്പെടുത്തി ഇടിപ്പിച്ചതാണ്. ജീൻസ് ഇടില്ല. ഓക്കെ, പക്ഷെ ജീൻസ് അല്ല. ഓക്കെ, ഇത് കോട്ടൺ ആണ്. പിന്നെ എസ്സി ഇതാ ലോകം മുഴുവൻ കറങ്ങി എടുത്തതാണ് 3 പെൺപിള്ളേരെ ഈ ഡ്രസ്സ്. എന്താ അതിന്റെ പേര്? കാപ്പോയാ? ഇതാണ് ഈ സാധനം. ഇതാണ് നമ്മുടെ എസ്സിയുടെ ഡ്രസ്സ്. പിറന്നാൾ ഡ്രസ്സായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതില് ഞോഞ്ഞൊക്കെ നടന്ന് പറക്കുന്നുണ്ട്. ഞോഞ്ഞിതാ ഇടയിൽ കൂടെ പോയിട്ടൊരു എന്താ നൈറ്റ് ഡ്രസ് ഒപ്പിച്ചു. ബോയ്സ് നൈറ്റ് ഡ്രസ്. അച്ചും ഗേൾസിന്റെ ഉണ്ടായിരുന്നു. താൻ എടുക്കാഞ്ഞിട്ടാ? ഇഷ്ടപ്പെട്ടില്ല.
ഇടാൻ സുഖമല്ല. ഓ. ഇഷ്ടപ്പെടില്ല അതെ. ഇത് ഇടാൻ സുഖം. സുഖമുണ്ട്. അച്ചു ഒരെണ്ണം എടുത്തു. ഞങ്ങൾ ഗുഡ്. സെയിം ഉണ്ടോ നോക്കി, പക്ഷെ സെയിം ഇല്ല. ഓക്കെ, വേണ്ട. എന്നാ അവിടെ നിന്ന് ഇറങ്ങാ. അപ്പൊ ആ പരിപാടി തീർന്നില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വിശപ്പിന്റെ വിളിയുണ്ട് കേട്ടോ. സമയം എത്ര മണി? 2:20. എത്ര മണിക്ക് ഇറങ്ങി? രാവിലെ 11:30 ഇറങ്ങിയതാ. ജെസ്സിയുടെ ഡ്രസ്സ് എടുത്തെടുത്ത് ഒരു വിധമായി. നമ്മൾ ഇവിടെ എന്താ ഈ റെസ്റ്റോറന്റ് പേര്? ജാമീസ് ഇറ്റാലിയനിൽ വന്ന് കയറിയിട്ടുണ്ട്. ജെയ്മീസ് ഇറ്റാലിയൻ. അതെ, ജേമീസ് ഇറ്റാലിയനിലേക്ക് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റെസ്റ്റോറന്റ് ഒക്കെയാണ്. നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. എന്താ പറയുക, ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ആണ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പം ഒരു സ്റ്റാർട്ടർ അവർ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീ സ്റ്റാർട്ടറാന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്നാണ് പിടിച്ചു തുടങ്ങട്ടെ. ഈ ബ്രെഡ് കേട്ടോ. ബ്രെഡ് തന്നെയല്ലേ? ബേസിക്കലി ഒരു ഇറ്റാലിയൻ ബ്രെഡാവും. അതിന്റെ കൂടെ ഒരു സോസും ഉണ്ട്. എരിവുള്ള സോസാ? എരിവുള്ള സോസേസി അല്ല. എന്താണെങ്കിലും ഇതെന്നാണ് തുടങ്ങട്ടെ. നല്ല വിശപ്പുണ്ട്. I like to go to school by William Shakespeare. Shut up. ആർക്കത് വേണ്ട? കുറച്ച് കൊടുത്തു. വായിലേക്ക് ഇടിക്കും. വായിച്ചിടിക്കും. അതിന്റെ ഉള്ളിൽ എന്തേലും നിറച്ചു വെച്ചിരിക്കണ? നല്ല വെള്ള? അതോ ടാപ്പിന്ന് എടുത്ത വെള്ള? നല്ല വെള്ള? സ്പൂണുണ്ട്, നൂലും പെപ്സി ആക്കാം. നരേന്ദ്രമോദി. ഫിലിം ആക്ടറാ? ആൻസർ റോങ് ആയിരിക്കണം. ആക്ട്രസ് ആരാ ഇഷ്ടമുള്ള? ആക്ട്രസ് അമ്മ. ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? My best friend is Narendra Modi. My best friend is Alia Bhatt. No, my best friend is my best friend is you. അപ്പൊ അല്ലാന്ന്. അതിന് ആരേത്? She's my pet. Next. അച്ഛന്റെ പേരെന്താ? Abhi Sujit Bachchan. Anu. അഞ്ഞൂടെ റോങ് ആൻസർ ചോദിക്കട്ടെ. എന്നോട് ചോദിച്ചു. പേരെന്താ? ജാസ്മിൻ. ഫേവറേറ്റ് ക്യാരക്ടർ? ഡിസ്നി ക്യാരക്ടർ? മിക്കി മൗസ്. ഋതിക. അങ്ങനെ നമ്മുടെ ഭക്ഷണങ്ങൾ ഓരോന്നായി വന്നിട്ടുണ്ട് കേട്ടാ. ഇത് ഞോനി പറഞ്ഞ പാസ്ത മുഴുവൻ തീർക്കണേ? തീർക്കൊന്നും ഇല്ലല്ലേ, കുറച്ചുള്ള ക്വാണ്ടിറ്റി ഇല്ലേ? ബർഗർ മാത്രമേ വലുതുള്ളൂ. ഇത് ഞോനി പറഞ്ഞ എന്താ പറയാ പാസ്ത. ഇത് ഞാൻ പറഞ്ഞ ചിക്കന്റെ എന്തോ ഒരു സാധനം. എന്താ എന്റെ പേര്? ഇത് എന്തോ ഒരു സാധനം. ഇത് ഗ്രില്ലാണ്. പിന്നെ എന്താ പറയാ, പിള്ളേർക്കൊരു ബർഗർ ഉണ്ട് ഇവിടെ. അത് പകുതിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സാധനം എന്താ? ബ്രെഡഡ് ചിക്കൻ ബ്രസ്റ്റ് അങ്ങനെ സംഭവമാണ്. അത് ഫ്രൈ ആണ് അല്ലേ? ഫ്രൈ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം. AC കണ്ടോ? AC-ക്ക് ഇന്ന് ഫുൾ വിശപ്പാട്ടാ. AC ഒരു ബർഗർ തീർത്തു 1 സെക്കൻഡിന്റെ ഉള്ളിൽ. എന്താ പറയാ, ഇതൊക്കെ ഇറ്റാലിയൻ ഭക്ഷണമായ കാരണേ ക്വാണ്ടിറ്റി ഒക്കെ കുറവാ. നമ്മുടെ മലയാളി ഹോട്ടലില് കൊണ്ടുവരണ പോലെ ഭാര്യ വലിച്ച് കൊണ്ടുവരില്ലൊന്നുമില്ല. ഇതുകൊണ്ട് വിശപ്പടക്കണം തന്നെയാണ്. എന്താണെങ്കിലും രുചി നോക്കാം. ഗ്രിൽ ചിക്കൻ്റെ സോസിലൊക്കെ മുക്കി ചീസാണ് തോന്നുന്നത്. ബട്ടർ സ്ക്വാഷാ എന്തൊരു സംഭവമല്ലേ?
സംഭവം അടിപൊളിയാട്ടോ. ഇത് ഗ്രില്ലാണ്, ഇത് വേറെ ഐറ്റാ, ഫ്രൈയാ. ഇത് നിറച്ചെണ്ണ കേട്ടോ. മുറിച്ച് ഞെക്കി ഒരു ബേബി ടൊമാറ്റോ ഉണ്ട് ഇവിടെ. ബേബി ടൊമാറ്റോയിലാണ് മുക്കി. ആ ഇവിടെ കേട്ടോ. ഇനി ഇതൊക്കെ തീർത്തിട്ട് വരാം. എല്ലാവരും നല്ല പിടുത്തം. നമ്മളങ്ങനെ പ്ലേറ്റൊക്കെ തുടച്ച് കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്ലേറ്റും കാലിയായി. പതിവ് കാഴ്ചയായ ഞോഞ്ഞയുടെ പ്ലേറ്റിൽ മാത്രം എപ്പോഴും ബാക്കി ഉണ്ടാവും. അതിപ്പോഴും ഉണ്ട്. എന്ത് വാങ്ങണ്ടെന്ന് പറഞ്ഞോ അത് വാങ്ങും. അത് മുഴുവൻ കഴിക്കില്ല. Am I right or wrong? Am I right or wrong? എവിടെ പോയാലും ഒരു ഭക്ഷണം മാത്രം വാങ്ങും അല്ലേ? Am I right or wrong? Wrong. ലേഡി, can you talk? വെളുത്ത പാസ്ത മേടിക്കുള്ളൂ. അല്ല ഇന്ന് പക്ഷെ ചിക്കൻ പറഞ്ഞില്ല. അല്ലെങ്കിൽ ചിക്കൻ അവിടെ തിരിഞ്ഞു വെച്ചിട്ടുണ്ടാവും. ചിക്കൻ കഴിക്കില്ല അല്ലേ? ഇപ്പൊ താർക്കാ ഞാൻ തിന്നില്ല. പൊള്ളു തീർത്തോ? അങ്ങനെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടോ. നമ്മൾ പതുക്കെ ഇറങ്ങാൻ നോക്കാം അവിടുന്ന്. മൂൺ വാക്ക് ഓക്കെ. ആരുടെ ഇത്? മൈക്കിൾ ജാക്സണാ? അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് പുറത്ത് ചാടിയിട്ടാ. നമ്മളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെ പോയി. സമയം 4 മണിയായി. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഒന്ന് കിടന്ന് മയങ്ങണം. ഇനിയിപ്പം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനി മിക്കവാറും എസിയുടെ പിറന്നാളാവും അടുത്ത വീഡിയോ. അപ്പോൾ എസിയുടെ ബർത്ത്ഡേ വ്ളോഗായിട്ട് നമ്മൾ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.